സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉർവശി അങ്ങനെ പത്മിനിയോട് പറയണേണ്, എന്തിനാ ഏട്ടത്തി എന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്? ഞാനങ്ങ് ചത്തുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ഡോക്ടേഴ്സിനോട് പറയായിരുന്നു എന്നെ രക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യേണ്ടെന്ന്. അത്രയ്ക്ക് വലിയ ദ്രോഹമാണ് ഞാൻ ചെയ്തത്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കരഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് എല്ലാത്തിനും മാപ്പപേക്ഷിക്കുക. എൻ്റെ ഭാഗത്തു നിന്ന് ഇനി കടമകളും കുടുംബത്തെയോ മറ്റാരെങ്കിലോ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞാൽ കരഞ്ഞോണ്ട് നിൽക്കുവാണ് ഉർവശി. അങ്ങനെ ഉർവശിയുടെ അഭിനയത്തിലെ വീണമട്ടിലാണ് പത്മിനി സൂര്യയ്ക്ക്. ഈ സമയം ഇത് കണ്ട് കൽപ്പനയെ സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ബെഞ്ചമിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന CA അജിത്തിനെയാണ്. അങ്ങനെ ബെഞ്ചമിൻ അവിടെ നിന്ന് മാറി ചെടിയുടെ ഇടയിലേക്ക് മറിഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുവാണ്. ബെഞ്ചമിൻ എന്തായി? മണിക്കൂറുകൾക്കുള്ളിൽ സ്വിമ്മിംഗ് പൂളിൽ മരിച്ചു കിടന്ന യുവതിയുടെ വാർത്ത കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാനതിനു വേണ്ടി കാത്തിരിക്കുവാണ്. അന്നേരം ബെഞ്ചമിൻ പറയണേ, സാർ പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. നിങ്ങളൊക്കെ പറയാനുള്ളതുപോലെ അവൾക്ക് നല്ല ആയുസിൻ്റെ ബലമുണ്ട്. അതുകൊണ്ടാണ് ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസത്തിലാണ് എല്ലാം മാറി മറിഞ്ഞത്. അന്നേരം അജിത്ത് പറയണേ, ബെഞ്ചമിൻ താൻ ഇങ്ങനെ പരാജയത്തിൻ്റെ കാര്യങ്ങൾ പറയാതെ തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ച് കാശ് തന്ന് പറഞ്ഞയച്ചവരോട് ഞാനിനി എന്തു പറയും? തന്നെക്കുറിച്ച് അവർക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞത് അത്രയും വലിയ കാര്യങ്ങളാണ്. ഒരിക്കലും ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ പരാജയപ്പെടില്ല എന്നും 100% വിജയം നേടിയിട്ടുള്ള ആളാണ് താനും നോക്കിയാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ തുടരെ പരാജയങ്ങൾ മാത്രമാണല്ലോ. അവരോട് എനിക്ക് നല്ലൊരു വാർത്ത ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അന്നേരം ബെഞ്ചമിൻ പറയണേ, ഒരബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കൂടുതൽ വില കുറച്ച് കാണാനൊന്നും ശ്രമിക്കേണ്ട. അടുത്ത തവണ എന്താണെങ്കിലും അവൾ മിസ്സാവില്ല. നേരത്തെ നിങ്ങളുടെ ശത്രു മാത്രമായിരുന്നു രാധിക. എന്നാൽ രാധികയെ കൊല്ലാനായിട്ട് എന്ന് നിങ്ങളെനിക്ക് കൊട്ടേഷൻ തന്നു. അന്ന് മുതൽ അവൾ എൻ്റെ മാത്രം ശത്രുവാണ്. എൻ്റെ ശത്രുവിനെ ഏത് നീതിക്കും ഉന്മൂലനം ചെയ്യാൻ എന്നുള്ളൊരു ദൗത്യത്തിൽ നിന്ന് എനിക്കിനി പിന്തിരിയാൻ ഒരിക്കലും പറ്റില്ല. സാർ നോക്കിക്കോ, ഒരു മണിക്കൂറിനകം രാധിക മരിച്ചു എന്നുള്ള വാർത്ത സാറിന് കേൾക്കാൻ പറ്റും. ഞാനത് കേൾപ്പിച്ചിരിക്കും. അന്നേരം ബെഞ്ചമിനോട് അജിത്ത് ചോദിക്കുക, എന്താ നിൻ്റെ പ്ലാൻ? തൽക്കാലം പ്ലാനൊന്നും ഞാൻ ആരോട് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഇത്തവണ എന്താണെങ്കിലും അവളെ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. സാറ് കാത്തിരുന്നോ, കൃത്യം 1 മണിക്കൂർ അതിനകം അവളുടെ മരണവാർത്ത ഞാൻ സാറിനെ അറിയിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞ് ബെഞ്ചമിൻ കോൾ കട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് ദേവനാരായണൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന ജയഭാരതി അമ്മയാണ്. അങ്ങനെ ജയഭാരതിയുടെ കോൾ കാണുന്നതും ദേവൻ ഫോൺ എടുക്കുക. അവിടെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തിരുമേനി അറിഞ്ഞു കാണുമല്ലോ? ഞങ്ങൾ അറിഞ്ഞിരുന്നു. ഞാനത് യശോദനെക്കുറിച്ചോട് സംസാരിക്കുകയും ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ. അതെ, ഇവിടെ പത്മിനിക്ക് ഉർവശിക്ക് നോക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ തന്നെയാണ്. പിന്നെ പ്രിയങ്ക ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. എടുത്തു വെച്ച ഭക്ഷണം ഒരു മടിയും കൂടാതെ ഇപ്പോൾ കഴിക്കാറൊക്കെ ഉണ്ട്. രാധിക മോള് അടുത്തില്ലാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാണല്ലോ പ്രിയങ്കയോട് നിർത്തിയത്. ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടല്ലോ. മാത്രമല്ല പ്രിയങ്കയിലും നല്ല മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി വളരെ പെട്ടെന്ന് തന്നെ പ്രിയങ്ക പഴയ ഓർമ്മകൾ വീണ്ടെടുത്ത് പഴയ അവസ്ഥയിലേക്ക് തിരികെ എത്തും. ആ സമയത്തും പ്രിയങ്ക കണിമകൾ തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാധികയുടെ വരണിൻ്റെയും ജീവനാണ് ആപത്ത്. പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടി പ്രിയങ്ക ഇവിടെ തുടർന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ദോഷവും ഭവിഷ്യത്തുകളും എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ തിരുമേനിക്കറിയാമല്ലോ. ഒക്കെ എനിക്കറിയാം. അല്ല, ഇപ്പോൾ അവിടെ നിന്ന് പ്രിയങ്ക മോളെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ? അന്നേരം മുത്തശ്ശി പറയണേ, അതിന് ഇത് തന്നെയാണ് പറ്റിയ അവസരം. രാധികം വരണം തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ പ്രിയങ്ക ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണം. അതിനുവേണ്ടി തിരുമേനി യശോദയും കൂട്ടി ഇവിടെ വരണം. അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നീട് ഇതിന് പറ്റിയില്ലെന്ന് വരും. ഞാൻ ഈ പറയുന്നത് കണ്ണിച്ചോറിയില്ലാത്ത വാക്കുകളാണെന്ന് തിരുമേനിക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരാം. പക്ഷേ വേറെ മാർഗ്ഗമില്ലല്ലോ. അന്നേരം തിരുമേനി പറയണേ, ജയഭാരതി അമ്മ പറഞ്ഞത് ഒരു തെറ്റുമില്ല. എന്നാണെങ്കിലും പ്രിയങ്ക അവിടെ നിന്ന് പോകേണ്ടതല്ലേ? അല്ലെങ്കിലും രാധികയുടെയും വരുണിൻ്റെയും ജീവിതത്തിൽ അവളൊരു തടസ്സമായിട്ട് ഒരിക്കലും തുടരാൻ പാടില്ല. ഞങ്ങളെന്താണെങ്കിലും നാളെ തന്നെ അങ്ങോട്ടേക്ക് എത്താം. എന്നാൽ ശരി തിരുമേനി. അങ്ങനെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുവാണ്. ഈ സമയം യശോദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേരം ദേവൻ പറയണേ, ജയഭാരതി അമ്മയായിരുന്നു വിളിച്ചത് കടുമംഗലത്ത് നിന്ന്. പ്രിയങ്ക മോളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് നമ്മളൊരു രണ്ടുപേരോടും അങ്ങോട്ടേക്ക് ചെല്ലണം എന്ന് പറഞ്ഞിരുന്നു. അന്നേരം യശോദ പറയുന്നുണ്ട്, പ്രിയങ്ക അസുഖമുള്ള കുട്ടിയാ. അതൊക്കെ ശരി തന്നെയാണ്. എങ്കിലും അവൾ ഇനിയും അവിടെ തുടർന്ന അത് രാധികമോൾക്കും വരുണും തന്നെയാണ് ദോഷമായിട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ അവൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. നമുക്കെന്താണെങ്കിലും നാളെ തന്നെ പോകാം. തൽക്കാലം ഈ കാര്യം അമ്മ അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല. അത് ശരിയാ. അങ്ങനെ പറഞ്ഞ് അവർ നാളെ തന്നെ പ്രിയങ്കയെ കടമംഗലത്ത് നിന്നും തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിലിരുന്ന് ഒരു ബോംബ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ബെഞ്ചമിനെയാണ് കേട്ടോ. പിന്നീട് റിസപ്ഷനിൽ മാനേജർ അവിടുത്തെ 2-3 റിസപ്ഷനിസ്റ്റുകളെ വിളിക്കുവാണ്. അന്നേരം റീത്ത എന്ന് പറഞ്ഞൊരു പെണ്ണും വേറെ 2 പേരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ സമയം റീത്തേനെ വിളിച്ചിട്ട് മാനേജർ പറയണേ, റീത്ത
നമ്മൾ ഇന്നലെ രാത്രി പാട്ട് പാടിയ രാധിക മാഡം ഉണ്ടല്ലോ, മാഡത്തിന് നമ്മുടെ ഹോട്ടലിൻ്റെ വകയായിട്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണം, ഒരു ചെറിയൊരു ബൊക്കെ. അത് എത്രയും പെട്ടെന്ന് റെഡിയാക്കണം. എന്നിട്ട് റീത്ത തന്നെ കൊടുത്താൽ മതി. നമ്മുടെ ഹോട്ടലിൻ്റെ വക ചെറിയൊരു സമ്മാനമാണെന്ന് പറഞ്ഞാൽ മതി. ശരി സാർ. അങ്ങനെ പറഞ്ഞ റീത്തെ മറ്റു 2-3 സ്റ്റാഫും കൂടി രാധികയ്ക്ക് കൊടുക്കാനുള്ള ഒരു വലിയൊരു ബൊക്ക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ബെഞ്ചമിനും അവിടെ ഇരുന്ന് ബോംബ് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ബൊക്കയൊക്കെ തയ്യാറാക്കി ആ ബൊക്ക രാധികയ്ക്ക് കൊടുക്കാനായിട്ട് റീത്ത രാധികയുടെ ഫ്ലോറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലിഫ്റ്റിൽ കയറി റീത്ത അങ്ങോട്ടേക്ക് പോകുവാണ്. ഇതേ സമയം ബെഞ്ചമിനാണെങ്കിൽ ആ ഒരു ബോംബ് കവറിലാക്കിക്കൊണ്ട് രാധികയുള്ള ഫ്ലോറിൻ്റെ അവിടുത്തെ ലിഫ്റ്റിൻ്റെ ഭാഗത്ത് വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ ലിഫ്റ്റ് ഓപ്പൺ ആവുന്ന ഒച്ച കേൾക്കുന്നതും ബെഞ്ചമിൻ നേരെ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി പെട്ടെന്ന് അങ്ങോട്ടേക്ക് ടേൺ ചെയ്യുകയും ഇതേ സമയം അങ്ങോട്ടേക്ക് ബൊക്കയുമായിട്ട് വരുന്ന റീത്തയും ബെഞ്ചമിനും തമ്മിൽ കൂട്ടിമുട്ടുവാണ്. അന്നേരം പെട്ടെന്ന് തന്നെ ബെഞ്ചമിൻ റീത്തയുടെ കയ്യിൽ നിന്ന് ആ ബൊക്ക വാങ്ങി തിരിഞ്ഞു നിന്ന് അതിൻ്റെ ഉള്ളിൽ തയ്യാറാക്കി വെച്ച ബോംബ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് ടൈമർ ഓൺ ചെയ്യുവാണ് കേട്ടോ. 1.5 മിനിറ്റ് ടൈമായിരിക്കും അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അന്നേരം ബെഞ്ചമിൻ ആ കുട്ടിയോട് സോറിയൊക്കെ പറയുന്നുണ്ട്. ഈ സമയം റീത്തയും പറയണേ, സോറി സാറ് പെട്ടെന്ന് ടേൺ ചെയ്യുമെന്ന് ഞാനും വിചാരിച്ചില്ല, ഇതാ താങ്ക് യു സാർ. അങ്ങനെ പറഞ്ഞ് ആ ബൊക്കയും വാങ്ങി ആ കുട്ടി നേരെ രാധികയുടെ അരികിലേക്ക് ചെല്ലുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ റൂമിന് പുറത്ത് ആ ഒരു ബാൽക്കണിയുടെ ഭാഗത്ത് താഴത്തേക്ക് നോക്കി കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുമായിരിക്കും. അന്നേരം റീത്ത വന്ന് രാധികയുടെ അരികിലേക്ക് ചെല്ലുക. മാഡം, ഇതാ ഈ ബൊക്ക ഞങ്ങളുടെ ഹോട്ടലിൻ്റെ വക മാഡത്തിനൊരു സമ്മാനമാണ്. ഈ സമയം ബെഞ്ചമിനും ഇതെല്ലാം മറഞ്ഞു നിന്ന് കാണുന്നുണ്ടാകും. അന്നേരം രാധിക ചോദിക്കണേ, സമ്മാനോ? എന്തിന്? മാഡം ഇന്നലെ രാത്രി മനോഹരമായിട്ട് പാട്ടുപാടിയില്ലേ, അതിന് മാഡത്തിന് ഞങ്ങളുടെ വക ചെറിയൊരു ഉപസംഹാരം. മാഡം ഇത് വാങ്ങണം. അതിനെന്താ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് രാധിക അത് സന്തോഷത്തോടെ വാങ്ങുവാണ്. ഈ സമയം റീത്ത അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ രാധിക ആ ബൊക്കയിലേക്ക് തന്നെ കുറച്ച് നേരം നോക്കുക. എന്നിട്ട് അതും ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തെ കാഴ്ചകൾ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം ബെഞ്ചമിനാണെങ്കിൽ ആ ഒരു ടൈമറിൽ ടൈമിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 24 സെക്കൻഡ്, 18 സെക്കൻഡ്, 8 സെക്കൻഡും ആകുവാണ് കേട്ടോ. ഇപ്പം രാധിക തൻ്റെ കൺമുമ്പിൽ കത്തിച്ചാമ്പലാവും. ആ കാഴ്ച കാണാനായിട്ട് ബെഞ്ചമിൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്തായിരിക്കും കേട്ടോ രാധികയുടെ പിന്നിലൂടെ വരുൺ വന്ന് കെട്ടിപ്പിടിക്കുന്നത്. അന്നേരം പേടിച്ചു പോയ രാധികയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അമ്പൊക്കെ താഴെ വീഴുവാണ്. അതേസമയം തന്നെ ആ ഒരു ബോംബ് പൊട്ടിച്ചിതറുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കാഴ്ച കണ്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടലോടുകൂടി നിൽക്കുവാണ് വരുണും രാധികയും. ബോംബ് പൊട്ടി വെച്ച് കേട്ട് താഴത്തേക്ക് മാനേജറും സ്റ്റാഫുകളും എല്ലാവരും ഓടിക്കൂടുവാണ്. അന്നേരം വരുണും രാധികയും അങ്ങോട്ടേക്ക് താഴത്തേക്ക് ഓടിയിറങ്ങുന്നുണ്ട്. ഈ സമയം ബെഞ്ചമിനാണെങ്കിൽ ദേഷ്യത്തിൽ മതിലിടിച്ചുകൊണ്ട് ആ പ്ലാനും പൊളിഞ്ഞെന്നുള്ള സങ്കടത്തിൽ നിൽക്കുവാണ്. ഈ സമയം ഈ ഒരു കാഴ്ച കണ്ട് എല്ലാവരും ആകെ ഞെട്ടി അമ്പരന്ന് നിൽക്കുവാണ്. അന്നേരം വരുണും രാധികയ്ക്ക് കണ്ട് പേടിച്ച് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് കേട്ടോ. എന്താ തങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്ത മട്ടിൽ ആ ഒരു ടെൻഷനിലും പരിഭ്രമത്തിലൊക്കെ നിൽക്കുവാണ്. അന്നേരം വരുൺ ആ മാനേജറിനോട് ദേഷ്യപ്പെടണേ, എന്താണോ ഇത്, നിങ്ങൾ കൊടുത്തുവിട്ട ബൊക്കയാ രാധികയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ താഴെ വീണ് പൊട്ടിയത്. എന്താ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ രാധികയെ കൊല്ലാനാണോ നോക്കുന്നത്? സോറി സാർ, എന്താ പറ്റിയെന്ന് ഞങ്ങൾക്കും അറിയില്ല. റീത്ത, എന്താ ഇതൊക്കെ? അന്നേരം ആ പെൺകുട്ടി പറയണേ, സാർ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാ ഈ ബൊക്കെ ഉണ്ടാക്കിയത്, ഇതിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, എന്താ പറ്റിയെന്ന് ഞങ്ങൾക്കും അറിയില്ല സാർ. അന്നേരം വരുൺ പറയണേ, നിങ്ങൾ ഇങ്ങനെയാണോ, ഇത്ര കെയർലെസ് ആയിട്ടാണോ സംസാരിക്കുന്നത്? ഇതിനു മുമ്പ് പലതവണ ഇതുപോലുള്ള പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ താമസിക്കാൻ വരുന്നവരുടെ ജീവന് എന്ത് വിലയാണുള്ളത്? അന്നേരം മാനേജർ പറയണേ, സാർ ഞങ്ങൾ എന്താണെങ്കിലും ഇപ്പോൾ തന്നെ ഇവരും പോലീസിൽ അന്വേഷിക്കാം, അവരന്വേഷിക്കട്ടെ. ഈ സമയം വരുൺ രാധികയും കൂട്ടി അവിടെ നിന്ന് അകത്തേക്ക് കയറി പോകുക. അന്നേരം മാനേജർ റീത്തയോട് ദേഷ്യപ്പെടുന്നുണ്ട്. റീത്ത, എന്താ ഇതൊക്കെ? തന്നെയല്ലേ ഞാൻ ഇതൊക്കെ ഏൽപ്പിച്ചത്? സാർ സത്യമായിട്ടും ഇതിലെന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് ഇതുണ്ടാക്കിയത്, അന്നേരം ഒരു കുഴപ്പമില്ലായിരുന്നു, പിന്നെ ഇതെങ്ങനെയാണ് പൊട്ടിത്തെറിച്ചതെന്ന് എനിക്കറിയില്ല സാർ. ഈ സമയം മുകളിലേക്ക് തിരിച്ചെത്തിയ രാധികയാണെങ്കിൽ തനിക്ക് ചുറ്റും നടക്കുന്നത് കണ്ട് വിശ്വസിക്കാനാവാതെ ടെൻഷനിൽ നിൽക്കുവാണ്. അന്നേരം വരുൺ രാധിക ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയം വരുണിനോട് രാധിക പറയണേ, വരുൺ എന്താ ഇതൊക്കെ, എന്തൊക്കെ സംഭവിക്കുന്നത്? എന്നാണെങ്കിലും ഒരു കാര്യം ഉറപ്പാ രാധികയെ, നമുക്ക് ചുറ്റും ആരോ ഉണ്ട്, ആരോ നമ്മളെ പിന്തുടരുന്നുണ്ട്. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞില്ലേ, അത് സത്യമായിരുന്നു. അപകടം നമുക്ക് പിന്നാലെ തന്നെയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നടന്ന ഓരോ കാര്യങ്ങളും. എന്നാലും നമ്മളെ കൊല്ലാൻ മാത്രം ആരാ നമുക്കുള്ള ശത്രുക്കൾ? ആരാ നമ്മുടെ ജീവൻ ഇങ്ങനെ ഇല്ലാതാക്കാനായിട്ട് നിരന്തരം പുറകെ നടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അറിയില്ല. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കോട്ടോ രാധികയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അങ്ങനെ രാധികയും വരണം അകത്തേക്ക് ചെല്ലുവാണ്. ഈ സമയം രാധിക ഫോൺ എടുത്ത് നോക്കുമ്പോഴായിരിക്കോട്ടോ ഫിദയെ വിളിക്കുന്നതെന്ന് കാണുന്നത്. അന്നേരം രാധിക പറയണേ, ഫിദാമ്മയുടെ വിളിക്കുന്നത്, താൻ ചെന്ന് ഫോൺ എടുക്ക്, അല്ലെങ്കിൽ തന്നെ അമ്മ നല്ലപോലെ ടെൻഷനാകും. അങ്ങനെ രാധിക കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ മാഡം. ഈ സമയം ശ്യാമ ചോദിക്കണേ, മോളെ എന്തു പറ്റി, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്യാമയുടെ ചോദ്യം കേൾക്കുന്നതും രാധിക അങ്ങ് അമ്പരന്ന് പോകുക. എന്താ മോളൊന്നും പറയാത്തത്? അവിടെ എന്തെങ്കിലും സംഭവിച്ചോ? എന്താ ഒന്നും പറയാതെ നിൽക്കുന്നത്? നമുക്ക് ടെൻഷനാവുന്നു. ഈ സമയം രാധിക ഫോൺ സ്പീക്കറിലിട്ടിട്ട് വരുണിൻ്റെ അരികിരിക്കുക.
അന്നേരം ശ്യാമ വീട്ടിൽ ചോദിക്കുന്നുണ്ട്, മോളെ കുറച്ച് നേരമായിട്ട് മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത പോലെ, എന്തോ നിങ്ങൾക്കൊരു ആപത്ത് വരാൻ പോകുന്ന ഒരു തോന്നല, അതാ അമ്മ പെട്ടെന്ന് വിളിച്ചത്. അന്നേരം വരുൺ പറയണേ, മാഡത്തിൻ്റെ തോന്നൽ സത്യമായിരുന്നു, ഞങ്ങൾ ചെറിയൊരു അപകടത്തിലായിരുന്നു, എന്തു പറ്റി? അന്നേരം വരുൺ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്നതും ശ്യാമ ഞെട്ടിപ്പോകുവാണ്. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? ഇത്ര സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നോ? അതെ, ഞങ്ങളുടെ പിന്നാലെ ആരോ ഉള്ള പോലെ, ഞങ്ങളെ കൊല്ലാനായിട്ട് മനഃപൂർവ്വം ഓരോ സാഹചര്യങ്ങളും മുമ്പിൽ വരുന്ന പോലെ തോന്നുന്നത്. ഇത്രയൊക്കെ സംശയം ഉണ്ടായിട്ടും ഇനിയും എന്തിനാണ് അവിടെ നിൽക്കുന്നത്? നിങ്ങൾ ഉടനെ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോര്. ആ, ഞങ്ങൾ ഉടനെ തന്നെ തിരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പോലീസൊക്കെ എത്തിയിട്ടുണ്ട് നടന്ന സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ. അപ്പോൾ അതിൻ്റെ ചില ഫോർമാലിറ്റീസും കൂടി ഉണ്ട്, അതും കൂടി പൂർത്തിയാക്കിയിട്ടേ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഈശ്വര, ഞാനാണല്ലോ നിങ്ങളോട് ഒരു യാത്ര പോകാൻ പറഞ്ഞത്, എന്നിട്ടിപ്പോൾ അതിങ്ങനെയൊക്കെയായി. വേണ്ടായിരുന്നു. നിങ്ങളിവിടുന്ന് പുറപ്പെട്ട നിമിഷം മുതൽ മനസ്സിന് എന്തോ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്, എന്തോ ചില ദുസൂചനകളൊക്കെ തോന്നിയതാണ്. തൽക്കാലം ഭഗവാൻ കാത്തു, അല്ലാതെ എന്ത് പറയാനാ? എന്താണെങ്കിലും നിങ്ങളിനി എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം. മറ്റൊരിടത്തും നിർത്താനോ കയറാനോ ഒന്നും നിൽക്കേണ്ട, നേരെ ഇങ്ങോട്ടേക്ക് പോരണം. എനിക്ക് നിങ്ങൾ രണ്ടാളെയും കാണണം. ശരി മാഡം, ഞങ്ങൾ ഇറങ്ങാം ഉടനെ തന്നെ. രാധികെ, മറക്കാതെ ഇങ്ങോട്ട് തന്നെ, ഞങ്ങൾ അങ്ങോട്ട് തന്നെ വരാം. മേലും ടെൻഷനാവല്ലേ? അങ്ങനെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം വരുൺ രാധികയോട് പറയണേ, ഇതാണ് അമ്മയും മകളും തമ്മിലുള്ള മനപ്പൊരുത്തം. മകൾക്കൊരു ആപത്ത് വന്നപ്പോൾ അമ്മ തിരിച്ചറിഞ്ഞത് കണ്ടോ, അതാണ് പെറ്റമ്മയുടെ മഹത്വം. അങ്ങനെ വരുൺ പറയുന്ന ആ വാക്കുകൾ കേട്ടിട്ട് രാധിക എന്തോ സംശയത്തോടു കൂടി വരുണിനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്